ഹലോ ഐസി ലവേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വൈറൽ കൊറിയൻ ക്രീം ചീസ് ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഗാർലിക് ബ്രെഡിൻ്റെ റെസിപ്പി. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മൈദ ഓൾ പർപ്പസ് ഫ്ലോർ 1.5 കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ മൈദ ആദ്യം എടുക്കുക. മാവ് എടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഓയിലാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ, പിന്നെ ഇച്ചിരി പാൽപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് 1 ടേബിൾ സ്പൂൺ. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട. പിന്നെ ഓയിൽ 2 ടേബിൾ സ്പൂൺ, 3 കുഴപ്പമില്ല, ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ചൂട് പാലിൽ 1 കപ്പ് ചൂട് പാലിൽ ഇത് കുതിർത്ത് വെച്ച് ഫെർമെൻറ്റ് ചെയ്തിട്ട് വേണം ചേർക്കാൻ. ഇപ്പം ഞാൻ ഇൻസ്റ്റൻറ്റ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് നേരിട്ട് ചേർത്ത് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തു. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്തു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മിശ്രിതങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ചെറു ചൂടുള്ള പാല് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഇത് വലിയൊരു കപ്പാണ്. അപ്പോൾ ഇതിൽ ഞാനൊരു 3/4 ഭാഗത്തോളം പാലെടുത്തിട്ടുണ്ട്. ഇത് മൊത്തം ഒന്ന് കുഴച്ചെടുക്കാൻ. നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ഡോ കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ബണ്ണുണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ മാവ് കുഴയ്ക്കുന്നത് കേട്ടോ. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ബണ്ണിന് ടേസ്റ്റ് കൂടുതലാണ് കടയിൽ മേടിച്ച് ബണ്ണ് വെച്ച് ഉണ്ടാക്കുന്നേക്കാളും. അപ്പം നിങ്ങൾക്കിത് ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ, വീട്ടിൽ വെച്ച് ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ നിങ്ങൾ മേടിച്ച ബണ്ണിൽ ഇത് ചെയ്ത് നോക്കാമേ. അപ്പോൾ നന്നായി നമ്മുടെ ഡോ ഒന്ന് കുഴച്ച് സോഫ്റ്റായിട്ട് എടുക്കുക. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുത്ത് ഇത് പാത്രത്തിൽ നമുക്ക് വെച്ചിട്ട് കുറച്ച് എണ്ണ തൂത്ത് വെച്ച് നമുക്ക് ക്ലിംഗ് റാപ്പ് ഇട്ട് അടച്ച് വെക്കണം. അപ്പോൾ ക്ലിംഗ് റാപ്പ് ഇട്ടിട്ട് ഇത് ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഒരു മാക്സിമം 1 hour അത് മതി. ഒരു വാം പ്ലേസിൽ നല്ല ചൂടുള്ള സ്ഥലത്ത് പൊങ്ങാൻ വെച്ചാൽ ഇത് പൊങ്ങിക്കോളും. അല്ല ഡ്രൈ ആക്റ്റീവ് ഈസ്റ്റ് ഉപയോഗിക്കുന്നെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും വേണ്ടി വരും. ഇപ്പോൾ ദാ ഡോ റെഡിയായി. ഞാനിത് ക്ലിംഗ് റാപ്പ് ഇട്ട് അടച്ച് ഞാനൊരു വാം പ്ലേസിൽ ഇത് പൊങ്ങാൻ റൈസ് ആവാൻ വെക്കുവാണ്. ഇനി നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എങ്ങനെ നമ്മുടെ ഡോ പൊന്തിയോ എന്ന് നോക്കാമേ. ഇപ്പോൾ ദാ റെഡിയായി. ഇപ്പോൾ 1 hour കഴിഞ്ഞു. ഡോ നന്നായി പൊന്തിയിട്ടുണ്ട്. അതിൻ്റെ എയർ ഒന്ന് പഞ്ച് ഔട്ട് ചെയ്തിട്ട് നന്നായി ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് കുഴച്ചിട്ട് നമുക്കൊരു റോളിംഗ് ബോർഡിലേക്ക് എടുക്കാം. ഇനി നമ്മൾ ഈ ഡോയിനെ 4 ഈക്വൽ പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യണേ. നിങ്ങൾക്ക് വെയിങ് സ്കെയിൽ ഉണ്ടെങ്കിൽ അതിൽ വെയ് ചെയ്തെടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ഈക്വൽ പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. 4 ബണ്ണാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നതുകൊണ്ട് ഒരു അത്യാവശ്യം വലിപ്പമുള്ള ബണ്ണ്. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഓരോ പോർഷനും ഡിവൈഡ് ചെയ്ത പോർഷൻ നന്നായി ഷേപ്പ് ചെയ്തെടുക്കുക. ഈ സമയം കൊണ്ട് ഒരു ട്രേയിൽ ബേക്കിംഗ് പേപ്പർ ഇട്ട് സെറ്റ് ചെയ്ത് വെക്കണേ. ഇപ്പം നമ്മൾ ഈ ഷേപ്പ് ചെയ്യുന്ന ഈ ഡോ ബോൾ ഉണ്ടല്ലോ, ബണ്ണ് പോലെ ഷേപ്പ് ചെയ്യുന്ന ഇത് നമ്മൾ ഒരു 10-15 മിനിറ്റും കൂടെ ഒന്ന് റൈസ് ആവാൻ വെക്കണേ. അപ്പം നമ്മളിത് നന്നായി ഷേപ്പ് ചെയ്തെടുക്കുക. 4 പോർഷനും ഏകദേശം ഈക്വലി ഷേപ്പ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടവലോ ഇട്ട് അടച്ച് വെക്കുക. ഇപ്പോൾ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞ് അത്യാവശ്യം ഇത് റൈസ് ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഓവൺ 180°C പ്രീ ഹീറ്റ് ചെയ്യുക, എഗ് വാഷ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് ഇതിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. ഞാനിവിടെ 1/2 കപ്പ് ക്രീം ചീസ്, സ്പ്രെഡബിൾ അല്ല ബ്ലോക്ക് ചീസ് എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഒരു ബൗളിൽ മുട്ട, സ്വല്പം പഞ്ചസാര, ഞാൻ ഇവിടെ പഞ്ചസാര പൊടിയുള്ളതുകൊണ്ട് അതാ എടുത്തേ, കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ഗാർലിക്, 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത പാർസ്ലി, പിന്നെ ചീസ്, മൊസറല്ല ചീസ് ഒരു 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തത്, മെൽറ്റഡ് ബട്ടർ 1/2 കപ്പ്, ഇത്രയും കൂടെ മിക്സ് ചെയ്ത് വെക്കുക. നമ്മുടെ ബണ്ണ് ഇവിടെ ഈ സമയം കൊണ്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ബണ്ണ് 6 പോർഷനായിട്ട് ഒരു ഫ്ലവർ പോലെ, പക്ഷെ ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട, കുറച്ച് ഒരു ഹാഫ് വേ കട്ട് ചെയ്ത് എടുക്കാം. ഈ കാണിക്കുന്ന പോലെ
നമ്മൾ ആദ്യം ഈക്വലായിട്ട് ആദ്യം ക്രിസ് ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുക. ഫുൾ കട്ട് ചെയ്ത് പോരുതേ, ഹാഫേ കട്ട് ചെയ്യുന്നുള്ളൂ ഞാൻ. അപ്പോൾ 6 പോർഷൻ ആക്കണം നമുക്കിത്. അപ്പോൾ 6 പോർഷൻ ആക്കിയ ശേഷം നമ്മൾ ഇതിനകത്തായിരിക്കും ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ ക്രീം ചീസ് മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ, വെറുതെ ക്രീം ചീസ് ഞാൻ എടുത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിരുന്നു. അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പൈപ്പിംഗ് ബാഗിൽ നിന്ന്, ഇപ്പോൾ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ സ്പൂണ് വെച്ച് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാമേ. ഇതിൻ്റെ ഈ ഓരോ വിടവിലേക്ക്, ഇതിൻ്റെ ഈ ഓരോ ഗ്യാപ്പിലേക്ക് ക്രീം ചീസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുത്ത് എല്ലാ ബണ്ണതുപോലെ ഞാൻ ഫില്ല് ചെയ്തു. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ക്രീം ചീസ് ഗാർലിക് മിശ്രിതം ഉണ്ടല്ലോ, അതിലേക്ക് നന്നായി ഒന്ന് മുക്കി ഡിപ്പ് ചെയ്തെടുക്കുക. കണ്ടോ, നന്നായി ഡിപ്പ് ചെയ്തെടുക്കുക ഇതിൻ്റെ ഭാഗം. ബാക്കിയുള്ളതിൻ്റെ മേളിലോട്ട് കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും 180°യിൽ തന്നെ 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ അടിപൊളി കൊറിയൻ ക്രീം ചീസ് ഗാർലിക് ബ്രെഡ് ഇവിടെ റെഡിയായി. അടിപൊളി മണോ, അതുപോലെ ടെക്സ്ചറും ടേസ്റ്റും കിഡുവാണ്. വെറുതെ അല്ല കേട്ടത് വൈറലായത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം. എന്ത് യമ്മിയാണ്. ഇതിപ്പോൾ ചൂടാറിയ ശേഷം ഞാൻ എടുക്കുന്നത്. ചൂടോടെ എടുക്കുകയാണെങ്കിൽ ചീസ് കുറച്ച് മെൽറ്റായി തന്നെ നിങ്ങൾക്ക് കിട്ടുമേ. ഞാനിപ്പോൾ നന്നായി ചൂടാറിയ ശേഷം എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി യമ്മി വൈറൽ കൊറിയൻ ചീസ് ഗാർലിക് ബ്രെഡ്. ഇത് പിള്ളേർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.